Wow, what a majestic and royal experience, right? ഇത് 2018 ഇവിടെ ആദ്യം വന്നപ്പം ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അത് എസ് ക്ലാസിൻ്റെ ഡ്രൈവറും നമ്മളിപ്പോൾ ഉള്ളത് ഫലക്നുമ പാലസ്, ഹൈദരാബാദ് നൈസാമിൻ്റെ പാലസ് ആയിരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ആൻഡ് പാലേഷ്യൽ എക്സ്പീരിയൻസ് ഇന്ത്യയിൽ ലഭിക്കുന്ന സ്ഥലമാണത്. അന്ന് വന്ന എസ് ക്ലാസിൻ്റെ ഡ്രൈവിലാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ആ മെമ്മറി ചെറിഷ് ചെയ്യുന്ന രീതിയിലാണ് വേറെ ഡ്രൈവറിൽ, അതും അഗെയിൻ ആൻ എസ് ക്ലാസ്, ബട്ട് ദ എസ് ക്ലാസ് ഓഫ് ഇലക്ട്രിക് SUV EQS 580 ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ മീഡിയ ഡ്രൈവ് ഇവിടെ വെച്ച് നടക്കുകയാണ്. ലെറ്റ്സ് എക്സ്പീരിയൻസ് ദാറ്റ് ആൻഡ് ഫലക്നുമ. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. മെർസിഡസ് ബെൻസിൻ്റെ തന്നെ പല പ്ലാന്റുകളും പല ഭാഗത്തുണ്ട്. അതിൽ അമേരിക്കയിലുള്ള ടെക്സലൂസ പ്ലാന്റിലാണ് EQS നിർമ്മിക്കുന്നത്. EQSൻ്റെ 580 വേരിയൻറ്റും നിർമ്മിക്കുന്ന അവിടെ തന്നെയാണ്. അതിന് പുറമെ EQS 680 ആണെങ്കിലും ടെക്സലൂസ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ഓണം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന മേബാക്ക് EQS SUV വന്നിരുന്നത് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്താണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ലോക്കലി അസംബിൾ ചെയ്യുന്ന വണ്ടിയാണ്. ടെക്സലൂസ പ്ലാന്റിൻ്റെ പുറമെ ആദ്യമായിട്ടാണ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഈ EQSൻ്റെ SUV നിർമ്മിക്കുന്നത്. അത് ഇന്ത്യയിലാണെന്നുള്ള ക്രെഡിറ്റ് നമ്മൾ ഇന്ത്യൻസിനുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ജേർണി ഫസ്റ്റ് കണ്ട് EQSൻ്റെ സിഡാൻ ഒരു 18 മാസം മുന്നേ കൊണ്ടുവന്നപ്പോഴായിരുന്നു. അന്നായിരുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ലക്ഷറി ബ്രാൻഡ് ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ ഒരു പിന്നോടിയായിട്ടാണ് ഈ EQSൻ്റെ 580 വരുന്നത്. EQE ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടില്ല, അത് CBU ആണ്. പക്ഷേ EQS ആക്ച്വലി ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇത് നിർമ്മിക്കുന്നതുകൊണ്ടും ഇലക്ട്രിക് ആയിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1.41 crore സ്റ്റാർട്ടിങ്. ഇൻട്രൊഡക്ടറി പ്രൈസാണ്, പക്ഷേ നല്ലൊരു പ്രൈസിംഗ് ആണത്. ഒരു 10 year വാറൻറ്റിയും അതുപോലെ തന്നെ 60% റീസെയിൽ വാല്യൂ, അതായത് റീസെയിൽ ബൈബാക്ക് വാല്യൂ അടക്കമാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. അത് തന്നെ വലിയൊരു അട്രാക്ഷൻ കാരണം നമുക്കറിയില്ല ഇലക്ട്രിക്കിൻ്റെ എത്രത്തോളം റെസിഡ്യൽ വാല്യൂ കുറയും എന്നുള്ളത്. അപ്പോൾ അതും ഒരു അട്രാക്റ്റീവാണ്. അതേപോലെ തന്നെ ഇത് വളരെ സ്പേഷ്യസ് ആയിട്ട് 5+2 ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഇതൊരു എസ് ക്ലാസ് ഓഫ് ഇലക്ട്രിക് SUV എന്ന് പറയുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസൈൻ. EQ ഡിസൈൻ എന്ന് പറയുന്ന പക്ക ഒരു എയറോഡൈനാമിക് ഡിസൈൻ. EQ എന്ന് പറഞ്ഞാൽ മെർസിഡസിൻ്റെ തന്നെ ഫുൾ ഇലക്ട്രിക് വേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബ്രാൻഡിങ് ആണ്. ഇന്നിപ്പോൾ നമുക്കറിയാം EQയിൽ വന്നിരിക്കുന്ന EQS ഉണ്ട്, അതിനുശേഷം EQE വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ EQS SUV വന്നു, EQE SUV വന്നു, പിന്നെ EQA മുതൽ EQB അങ്ങനെ പല വേർഷൻ വന്നു. പക്ഷേ ഫുൾ ഈ ഇൻഡിജീനിയസ്ലി ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ വന്ന മോഡലായിരുന്നു EQS. അതിൻ്റെ തന്നെ SUV ആണ്, സെയിം പ്ലാറ്റ്ഫോമാണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ ഫോർമാറ്റും സെയിം ആണ്. നമുക്കിവിടെ വലിയൊരു പാനൽ കാണാം, ഒരു ബ്ലാക്ക് പാനൽ. അതിൽ ഈ സ്റ്റാറിൻ്റെ സ്റ്റഡൊക്കെ നമുക്ക് കാണാം. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഫേസ് വരുന്നത്. കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു LED ഡിജിറ്റൽ ലൈറ്റ് ഉണ്ട്. അതിൽ 3 ഡോട്ട്സ് കാണാം നമുക്ക്. ഡോട്ട്സ് അല്ല, ബാർ. അത് എസ് ക്ലാസിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ EQE ആണ് 2 ഉണ്ടാവും. വലിയൊരു എയർ സ്കൂപ്പ് ഉണ്ട്. ഇത് ശരിക്കും EQSൻ്റെ തന്നെ ഒരു AMG ഫോമാറ്റിൽ, സ്പോർട്ടി ഫോമാറ്റിൽ വന്നിരുന്ന ഒരു ബോഡി ട്രിമ്മായിരുന്നു. അത് ഞങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നുള്ളത് വളരെ നല്ലൊരു കാര്യം എനിക്ക് നന്നായി തോന്നി. കാരണം സാധാരണ ബേസിക് വരും, ബേസിക് ഇത്ര അട്രാക്റ്റീവ് അല്ല. പിന്നെ ഇവിടെ ഒരു ക്രോം അത്യാവശ്യം വന്നിട്ടുണ്ട്, നല്ലൊരു ലിപ് സ്പോയിലറെല്ലാം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴും സൈഡ് ശരിക്കും ആക്ച്വലി ആ ഒരു ഫ്രണ്ടിലെ ഡിസൈൻ്റെ ബിബ്ലിനെസ് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള. ഇപ്പോൾ ഹുഡ് ഉണ്ട്, ഹുഡ് നമുക്ക് തുറക്കാൻ പറ്റില്ല, അതിൻ്റെ മേലെ 2 പവർ ആമ്പെല്ലാം കാണുമെങ്കിലും ഈ ഹുഡിൻ്റെ ഉള്ളിൽ വരുന്ന മോട്ടറും കൺട്രോൾ യൂണിറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ തുറക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വാഷർ ഫ്ലൂയിഡ്, നമുക്ക് തുറക്കേണ്ട ആകെയുള്ള കാര്യം വിൻഡോ സ്ക്രീനെല്ലാം ക്ലീൻ ചെയ്യേണ്ട വാട്ടർ ഫ്ലൂയിഡാണ്. അത് നിറയ്ക്കാനുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും ഇത് വളരെ ലോങ് വെഹിക്കിളാണ്, 5.2 മീറ്റർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് കാണാവുന്ന ഒരു വീൽ ആർച്ച് ഉണ്ട്, അത് ഗ്ലോസി ഫിനിഷിൽ വന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. 21 ഇഞ്ചിൻ്റെ അലോയ് ആണ്. 21 ഇഞ്ച് അലോയ് എന്നായിരുന്നു നമ്മൾ മാബാക്കിലും ഉണ്ടായിരുന്നത്. പക്ഷേ അത് പ്ലേറ്റഡ് ആയിട്ടുള്ള വീലും. ഇത് മൾട്ടി സ്പോക്കാണ് വന്നിരിക്കുന്നത്. മൾട്ടി സ്പോക്ക് തന്നെ തിൻ സ്പോക്കായി തോന്നും, പക്ഷേ ഇതെല്ലാം ഫിൽഡാണ്. മാക്സിമം ഫിൽഡായി നിൽക്കുന്നത് എയർ ഫ്ലോ കുറയ്ക്കാൻ, അത് എയറോഡൈനാമിക്സിൻ്റെ ഭാഗമാണ്.
സൈഡിലൊക്കെ വരുമ്പോൾ ശരിക്കും ആ സ്ലോപ്പി ആയിട്ടുള്ള റൂഫെല്ലാം കാണാം. അതുപോലെ തന്നെ സ്ലോപ്പ് ബാക്കോട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ള ഫ്ലാഷ് ഡോർ ഹാൻഡിലാണ്. അതുപോലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വരും. ഇത് നമ്മൾ എസ് ക്ലാസ്സിലൂടെ കണ്ടാണ്. ഇപ്പോൾ ഇലക്ട്രിക് വളരെ ഇമ്പോർട്ടൻ്റ് കാരണം അത്രയും എയറോഡൈനാമിക്സ് കൂട്ടാൻ സഹായിക്കും. ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഉള്ളോട്ട് പോകും. അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളോട്ട് പോകും. വേണ്ട സമയത്തൊന്നും ജസ്റ്റ് തലോടിയാൽ മതി. സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് മാബാക്കിലായിട്ടുള്ള ഡിഫറൻസ്, മാബാക്കിൻ്റെ ലോഗോ ഇല്ല, അതിനകത്ത് റബ്ബറിൻ്റെ ഡിഫറൻസ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ശരിക്കും സ്റ്റെപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, അത്ര ഹൈ ആയിട്ടുള്ള വണ്ടിയല്ല. പക്ഷേ ഹൈറ്റ് കുറഞ്ഞവർക്കോ പ്രായമുള്ളവർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്കിത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചില ഘട്ടത്തിൽ നമുക്ക് ഓഫ് റോഡിൽ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് വേണ്ടി വരും. അപ്പോൾ സ്റ്റെപ്പ് ഇസ് ദർ. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് അല്ല. പക്ഷേ ഒരു കുട്ടികൾക്കെല്ലാം ഒരു വ്യൂ പുറത്ത് കിട്ടും എന്ന രീതിയിലുള്ള എലമെൻ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് ഒന്ന് സിൽ ഹൈറ്റ് കൂടുതലുണ്ട്, ചിലപ്പോൾ അത് കുറച്ച് ഹൈ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് തന്നെ AC-യും DC-യും നമുക്ക് ചെയ്യാം. അതിവിടെ തൊട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇലക്ട്രിക്കലി തന്നെ ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. ടെയിൽ ലൈറ്റിന് എലമെൻറ്റ് ഇവിടേക്ക് നിൽക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സി പില്ലറും ഒരു ബിബ്ലി ഷേപ്പ്, ഈ ഒരു ഹിപ്പ് ഫോർമേഷനെല്ലാം നല്ല എലമെൻറ്റാണ്. മൊത്തത്തിൽ ഡിസൈനിൽ ആ ഒരു എയർഡൈനാമിക്സ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ റിയർ കൂടെ കാണിക്കാം. എനിവേ ഈ ഒരു ഡിസൈൻ ഫോർമാറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇതെല്ലാം നമ്മൾ ട്രഡീഷണൽ ഡിസൈൻസ് ആണോ ഇഷ്ടം എന്നുള്ളതും കമൻറ്റിൽ പറയുക. റിയറിലേക്ക് എത്തുമ്പോഴും നമുക്ക് ആ EQS മാബാക്കിലും കണ്ട് അതേ ഡിസൈൻ ഫോർമാറ്റ് നമുക്ക് കാണാം. ഏറ്റവും ഒരു അട്രാക്ഷനായി നിൽക്കുന്നത് ഈ ഒരു കണക്ട് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റാണ്. ടെയിൽ ലൈറ്റും പുറമല്ല, ഇതിൻ്റെ ഉള്ളിലത്തെ ഗ്രാഫിക്സ് ആണ്. ആ ഒരു എലമെൻറ്റ് ഭയങ്കര രസമാണ് പേഴ്സണലി കാണുമ്പോൾ. അതിപ്പം പുതിയ മെർക്കിൻ്റെ എല്ലാ വണ്ടിയിലും ടെയിൽ ലൈറ്റിലുള്ള എലമെൻറ്റ്സ് എനിക്ക് തോന്നുന്നു പേഴ്സണലി കാണുമ്പോഴാണ് ഭംഗി, പ്രത്യേകിച്ച് ആ പുതിയ E-ക്ലാസിൻ്റെ എല്ലാം. അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ EQS 580 എന്നുള്ള ലോഗോ, ഈ ഒരു നോമിക്ലേച്ചർ വന്നിരിക്കുന്ന ഫോണ്ട് ഡിഫറെൻ്റ് ആണ്. നമ്മൾ മാബാക്കിൽ കണ്ട പോലെ അല്ല, EQ ഫോണ്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു റിയർ എൻഡാണ്. അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് താഴെ വന്നിരിക്കുന്ന ആ ക്രോം എലമെൻറ്റും ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈനെല്ലാം എക്സോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. എക്സോസ്റ്റ് ഇല്ല, എക്സോസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കും വേണ്ട, ഒരു ഡിസൈൻ എലമെൻറ്റാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ നമ്മൾ മാബാക്കിൽ കണ്ട, പക്ഷേ അതിൽ ഡുവൽ ടോൺ ആയിരുന്നു എന്നുള്ള നേരത്തെ പറഞ്ഞ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ബൂട്ടിനുള്ളോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു 3 റോ SUV ആണ്. ഇതിലിപ്പോൾ 3rd റോ ആക്ച്വലി 5+2 സീറ്റിൽ വന്നിരിക്കുന്നത്. സീറ്റ് പൊക്കി വെച്ചിട്ടും ഇത്ര സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ട്രേ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ഫോൾഡ് ചെയ്യുന്ന ട്രേ വെക്കാം. ഞാൻ അത് വെക്കുന്നില്ല, വേറെ എന്താ വെക്കാനും പറ്റും. പിന്നെ 2nd റോ സീറ്റ് അല്ല 3rd റോ സീറ്റ് ഫോൾഡ് ചെയ്യണമെങ്കിൽ 2nd റോ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഇവിടെ ഉള്ളോട്ട് നോക്കിയാൽ കാണാം. അതിനിവിടെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് ആക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ ആദ്യം ഹെഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, ചെറിയൊരു നാക്കുണ്ട്. കുറച്ച് ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ വിടും. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് ബൂട്ടിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് 2nd റോ സീറ്റ് ഫോൾഡ് ചെയ്യാം. അതവിടെ ബാഗ് മറ്റുള്ളതുകൊണ്ടാണ് അത് ശരിക്കും അങ്ങനെ പൊങ്ങി നിന്നിട്ടില്ല, സെൻസർ വെച്ചിട്ട് പൊങ്ങിയില്ല. അപ്പോൾ നമുക്ക് ആ 2nd റോ സീറ്റ് കൊണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു SUV സ്പേസ് കിട്ടും. എത്ര ലിറ്റർ ആണെന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ സ്പേസ് അവൈലബിൾ. നോർമൽ കേസിൽ ഇത്രയും സ്പേസ് കിട്ടും. അതാണ് നമുക്ക് ഒരു കൺവീനിയൻസ് സ്പേസും ഉണ്ട്. ഇത് പറ്റും നല്ലൊരു കൺവീനിയൻസ് സ്പേസിലാണ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് EQS SUVൻ്റെ ബൂട്ട് സ്പേസ്. ബേസിക്കലി ഒരു EQSൻ്റെ SUV ഫോമാറ്റിൽ എന്ന രീതിയിൽ തന്നെയാണ് SUV വന്നിട്ടുള്ളത്. നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും EQS കാറുണ്ടായിരുന്നു സിഡാൻ്റെ, അതിനൊന്ന് ശരിക്കും ബലൂൺ ചെയ്ത് വലുതാക്കിയ പോലെ തന്നെയുള്ളത്. പെട്ടെന്ന് നമുക്ക് ഒരു പുതിയൊരു ഫോം അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി നല്ലൊരു ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ EQS മാബാക്കിൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. എന്തായാലും നമുക്കിത് ഇനി ഇൻറ്റീരിയറിൽ നോക്കാം, മാബാക്കായിട്ട് എത്ര ഡിഫറെൻ്റ് ആണ്. പുറമെ നമ്മൾ കണ്ട EQSന് സിമിലാരിറ്റി ഇൻറ്റീരിയറിലും കാണാം. മെയിനായിട്ട് നിൽക്കുന്നൊരു ഭാഗം ഈ ഒരു വലിയ സ്ക്രീനാണ്. ഇതാണ് ഒരു ഹൈലൈറ്റ് തന്നെ. 56 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ്. ഇത് 3 സ്ക്രീൻ ഫ്യൂസ് ചെയ്തിട്ടാണ്. സെൻട്രൽ ഒരു 14.5 ഇഞ്ചും അതുപോലെ തന്നെ 12.6 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻ 2 സൈഡിലുണ്ട്. ഡ്രൈവറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. പിന്നെ പാസഞ്ചറിന് വന്നിരിക്കുന്ന ഇൻഫോർടൈൻമെൻ്റ് ആണ്. ഒരു സ്റ്റഡി മനസ്സിലാക്കിയ ഏറ്റവും അധികം ഈ ഒരു വണ്ടിയിൽ ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ് ഈ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ നമ്മൾ ഈ അടുത്ത് EQSന് തന്നെ മൈബാക്ക് ഓടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സിമിലാരിറ്റിയും ഡിഫറൻസുള്ള കാര്യങ്ങൾ പറയും. സ്റ്റിയറിംഗ് വീൽ വളരെ സിമിലറാണ്. ഇപ്പോൾ മൈബാക്കിൽ വന്ന് വുഡൻ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഇതിൽ വന്ന് ഫുൾ ലെതർ റാപ്ഡാണ്. മൈബാക്കിലെ ലോഗോ ഇല്ല എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ മൈബാക്കിൻ്റെ അന്നുണ്ടായിരുന്നതിൽ ഗ്രാഫിക്സിനൊരു വ്യത്യാസമുണ്ട്. മൈബാക്ക് ഗ്രാഫിക് ആയിരുന്നു. ഇതിൽ ബാക്കി എസ് ക്ലാസ്സിലും നോർമൽ വെഹിക്കിളിൽ വന്ന ഗ്രാഫിക്സ് സിസ്റ്റമുകൾ, പ്രത്യേകിച്ച് EQSൽ വന്ന അതേപോലെയുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ കണ്ടെല്ലാം പോലെ മെർസിഡീസിൻ്റെ ഈ ക്ലാസ് റീസെൻ്റ് നമ്മൾ കാണിച്ചിട്ടും അതിൽ വന്ന പോലെ മെർസിഡീസ് മീ ആപ്പ് കണക്ട് ചെയ്ത് നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അതേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിലുള്ളത്. കുറച്ചുകൂടിയും അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, അത് ലേറ്റസ്റ്റ് ആയതുകൊണ്ട്. ഇതിൻ്റെ പുറമെ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സെൻട്രൽ കൺസോൾ ആണെങ്കിലും ഇവിടെ ഒരു ഐലൻഡ് വരെ നിൽക്കുന്നുണ്ട്, താഴെ സ്പേസ് വരുന്നുണ്ട്, ഒരുപാട് സ്പേസ് താഴെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഐലൻഡ് ആണെങ്കിലും നമുക്ക് ശരിക്കും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇവിടെ ഓപ്പൺ പോർ വുഡുകൾ, അത് നമ്മൾ മാബാക്കിൽ കണ്ടിരുന്ന വുഡ് വ്യത്യാസമുണ്ട്. അതിൽ ഓപ്പൺ പോർ ആണെങ്കിലും ഒരു അലൂമിനിയത്തിൻ്റെ ബീഡിങ്സ് കൊടുത്ത് കുറച്ചുകൂടി ലക്ഷറിയസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ലെതറാണ്. ലെതർ ആക്ച്വലി മാബാക്കിൽ വന്നിരുന്ന നാപ്പ ലെതറാണ്. ഇതിൽ നാപ്പ ലെതറിൻ്റെ അത്രയും ഹൈ ക്വാളിറ്റി അല്ല, പക്ഷേ ലെതർ തന്നെയാണ് വന്നിരിക്കുന്നത്. ബേജാണ്. അതിൽ നമ്മൾ ഓടിച്ച വണ്ടിയിലുണ്ടായിരുന്നത് ബ്രൗൺ ആണ്. വേറെയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഈ കുഷൻ ശരിക്കും പറഞ്ഞാൽ വളരെ കംഫർട്ട് എലമെൻ്റ് ആണ്. പക്ഷേ സീറ്റ് ആക്ച്വലി EQSൽ വന്ന പോലെ സീറ്റാണ്. എന്നാൽ മൈബാക്കിൽ ഉണ്ടായിരുന്ന എസ് ക്ലാസ്സിലെ പോലെ സീറ്റാണ്. ആ ഒരു സീറ്റ് ഡിഫറൻസും അതിൻ്റെ സ്വിച്ചും ഡിഫറൻസും എല്ലാം കാണാം. പാനോറമിക് റൂഫ് നേരത്തെ മൈബാക്കിൽ ഉണ്ടായ പോലെ തന്നെ ഇതിലും വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ ടച്ചിൽ തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. 2 ഫോൾഡായിട്ട് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരുന്ന രീതിയിലുള്ള. അപ്പോൾ ഇവിടെ തന്നെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൈബാക്കിൽ ജസ്റ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു, ഇതിൽ ജസ്റ്റ് കൺട്രോൾ ഇല്ല. പിന്നെ ബാക്കിയുള്ള കൺട്രോൾസെല്ലാം നമുക്കറിയാം, മെർസിഡീസിൽ കാണുന്ന പോലെ തന്നെയുള്ള കൺട്രോൾ. ഡോറിൻ്റെ മേലെ തന്നെ ഡോർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യം വരുന്ന അതിൽ സപ്പോർട്ട് അടക്കം എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. സീറ്റ് കൂളിങ്ങും ഹീറ്റിങ്ങും ഉണ്ട്. ഞാൻ ഇപ്പം സീറ്റ് കൂളിംഗ് യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ ഓഫാക്കി വെച്ചാണ് അതിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിരിക്കുന്ന ബർമസ്റ്റിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഒരു മെയിൻ ഡിഫറൻസ് ഉള്ള മൈബാക്കിൽ ഉണ്ടായിരുന്ന 4D സൗണ്ട് സിസ്റ്റമാണ്. ഇതിൽ 3D വന്നത്. 4D ആകുമ്പോൾ സീറ്റിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു സബ് വൂഫറിൻ്റെ ഫീൽ ഉണ്ടാവും. അത് ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഈവൻ കോപ്പർ ഇൻസേർട്സ് വരെ എല്ലായിടത്തും നമുക്ക് കാണാം. ഇത്രയാണ് ഫ്രണ്ടിൽ ഇരുന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ 2 റോ സീറ്റ് കൂടെ ഉണ്ട്. നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും നോക്കാം. അപ്പോൾ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത് EQS സിഡാനിലുണ്ടായിരുന്ന ഡാഷ്ബോർഡ് കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ഫീലായിരുന്നു. ബേസിക്കലി പ്ലെയിൻ്റെ എല്ലാം കോപ്പിറ്റ് വരും ഇവിടെ നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അത് സിഡാനിൽ അത്ര ഒരു ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല പലർക്കും. പക്ഷേ SUV ഇത് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മൾ കുറച്ച് ഹൈ ആയിട്ടായിരിക്കുന്നത്, അതുകൊണ്ടുള്ള പ്രശ്നം കുറഞ്ഞിട്ടു. പിന്നെ നമുക്കൊരു ഹെഡ്-അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അതും വലിയൊരു ഹെഡ്-അപ്പ് ഡിസ്പ്ലേ ആണ്. അത് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ ഫ്രണ്ടിൽ ഇൻറ്റീരിയറിൽ നോക്കാനുള്ളത്. നമുക്ക് സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോ സീറ്റ് മൈബാക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉള്ള. മൈബാക്കിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ സീറ്റും ആ മൈബാക്ക് സീറ്റാണ് ഉണ്ടായിരുന്നത് എസ് ക്ലാസ് മൈബാക്കിലെല്ലാം കണ്ട പോലെ. അപ്പോൾ അത് നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. ഫസ്റ്റ് ക്ലാസ് സീറ്റ് എന്ന് തന്നെ പറയാം. നമുക്കിതിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രീമിയം എക്കണോമി എല്ലാം പോലത്തെ സീറ്റാണ്. ബിസിനസ് ക്ലാസ് ലെവലിൽ എത്തിയിട്ടില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ല കംഫർട്ടബിളാണ്. കുറച്ച് ഹൈ ആയിട്ടായിരിക്കുന്നത്. പുറത്തേക്കുള്ള വ്യൂ അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട്. നല്ലൊരു തൈ സപ്പോർട്ട്, ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് വരെ ഉണ്ട്. പിന്നെ ഇത് അഡ്ജസ്റ്റബിളും ആണ്. ഇപ്പോൾ നമ്മളിരിക്കുന്ന നോർമൽ ഒരു പൊസിഷനിലാണ്. കുറച്ച് കൂടുതൽ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും റിക്ലൈൻ ചെയ്യുക. പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വരെ പൊക്കി വെക്കാം. അത് ഇത് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ട് ഇത്രയും റിക്ലൈൻ ചെയ്യാൻ പറയാൻ പറ്റും എന്ന് കാണിക്കുന്നതാണ് ആ ഒരു തിയറി. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സീറ്റിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലായിരിക്കും. ഇതൊന്നും ഇത്രയും റിക്ലൈൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും റിയറിലേക്കും പോവാം. റിയറിൽ മാക്സിമം ഇതുവരെ എത്തും. ഇത്രയെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻറ്റ് സ്പേസ് തന്നെയാണ്, കുറ്റം പറയാനൊന്നുമില്ല. മെയിൻലി എന്താ വെച്ചാൽ എസ് ക്ലാസ് പോലുള്ള സീറ്റല്ല, ഇതിൽ കുറേ കൂടി ഒരു EQS പോലുള്ള സീറ്റ് തന്നെ വന്നിരിക്കുന്നത്. എസ് ക്ലാസ് പോലുള്ള സീറ്റ് ഇല്ലാത്തതന്നായിരുന്നു EQSനെ എനിക്കൊരു എസ് ക്ലാസ് ഓഫ് ഇലക്ട്രിക് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതേ സാധനം ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സീറ്റിൻ്റെ ഒരു കംഫർട്ട് ഇസ് ഗുഡ്. പിന്നെ ഈ ഒരു കുഷൻ വരുന്നത് നല്ലതാണ്. ഹെഡ് റെസ്റ്റ് കുറച്ച് ചെറുതാണെങ്കിലും സപ്പോർട്ടീവാണ്. അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിരിക്കുന്നത് സെൻറ്ററിൽ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് റെസ്റ്റിന് മുമ്പ് ഈ ഒരു കുഷനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഹാൻഡ് റെസ്റ്റ് ഈ ഒരു സപ്പോർട്ടോട് നിൽക്കുമ്പോൾ ശരിക്കും നല്ല ഹാൻഡ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റിയർ സീറ്റ് റിയലി പേഴ്സണലി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഇയർഫോണും മെർസിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിന്ന് നമുക്ക് റിയറിൽ ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. 2 സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റെല്ലാം മുന്നോട്ടാക്കി വെച്ച്, പ്രത്യേകിച്ച് ആ സൈഡിൽ സീറ്റ് മുന്നോട്ടാക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ പറ്റും. ഇപ്പോൾ സ്ക്രീനിൽ ഒരുപാട് കൺട്രോൾസ് ഉള്ളതിനെ കുറിച്ച് ഞാൻ പറയാം.
പിന്നെ വന്നിരിക്കുന്ന ഒരു എലമെൻ്റ് പറഞ്ഞാൽ മറ്റൊന്ന് ഈ കുഷ്യനാണ്. ഇത് എസ് ക്ലാസ്സിലും മാബാക്കിലും എല്ലാം ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. മാബാക്കിനേക്കാളും വ്യത്യാസം വെച്ചാൽ മാബാക്കിൽ കുറച്ചുകൂടി ഒരു ലെതർ ആയിട്ടുള്ള ഒരു റാപ്പിംഗ് ആണ്, ഇതിൽ കുറച്ചുകൂടി ഒരു കുഷ്യൻ തന്നെയുള്ളത്. ഇത് ഒരു ഗുണമുണ്ട്, ഇത് സോഫ്റ്റ്വെയർ മെറ്റീരിയലാണ്ട് ചൂട് കുറയും. മറ്റേ ലെതറിലാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ചൂടുണ്ടാവും, എ സിയിലാകുമ്പോൾ അറിയില്ല എന്നുള്ളൂ, ചൂടിൻ്റെ എലമെൻ്റ് ഉണ്ടാവും. ഇത്രയാണ് റിയറിൽ വന്നിരിക്കുന്നത്. പിന്നെ വലിയൊരു പനോറമിക് റൂഫ് ഉണ്ട്. തേർഡ് റോയിലേക്കുള്ള എക്സിറ്റും എൻട്രിയിലും ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സ്ക്രീനിൽ ഒരുവിധം ഇൻഫോർടൈൻമെൻ്റ് എല്ലാം കൺട്രോൾ ചെയ്യാം. നമുക്ക് EQ ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, ഫോണുണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, കംഫർട്ട്, പിന്നെ ഓഫ് റോഡ് മോഡ്, ഇതെല്ലാം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. പക്ഷേ കംഫർട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിസപ്പോയിൻ്റ് ആവും. കാരണം മസാജോ അല്ലെങ്കിൽ കൂളിംഗ് ഒന്നും ഇല്ല. നമുക്ക് ആകെ സീറ്റിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ റിയറിലുള്ള ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും. ആക്ച്വലി 4 സോൺ AC ഉണ്ട്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് മാത്രമേ സ്ക്രീനിൽ വരുന്നുള്ളൂ. മേ ബി ഒരു അപ്ഡേഷൻ കാര്യം വരുമ്പോൾ നമുക്ക് അപ്ഡേഷനിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഹാൻഡ് റീച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം സ്ക്രീനിൻ്റെ റെസൊല്യൂഷനെക്കാളും എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയില്ല ഈ സ്ക്രീനിൻ്റെ റെസൊല്യൂഷനാണ്. സോ ദിസ് ഈസ് ബെറ്റർ ദാൻ ദ ടാബ്. തേർഡ് റോയിലൊക്കെ നമുക്ക് കയറണ്ടേ, അതിന് പറ്റുന്നൊരു പണി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ സെക്കൻഡ് റോൻ്റെ മേലൊരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി വിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ സീറ്റ് മുന്നോട്ട് പോകും. ബാക്കിലെ ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് ഒന്നുകൂടെ സ്ലൈഡ് ചെയ്ത് മുന്നോട്ട് കൈ നിൽക്കും. ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ബാക്കോട്ട് കയറാം. എത്രത്തോളം കംഫർട്ടിൽ കയറാൻ പറ്റും നോക്കാം. സ്റ്റെപ്പുള്ള അഡ്വാൻറ്റേജ് ഇപ്പം അറിയാം. ഓക്കെ, ഇങ്ങനെയാണ് കയറിയിരിക്കാൻ പറ്റുന്നത്. കയറി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും കുട്ടികൾക്കുള്ള സ്ഥലങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. ഇവിടെ ഒരു AC വെൻറ്റ് വരുന്നുണ്ട്, ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. കുട്ടികളാകുമ്പോൾ ഇനി ഹൈറ്റ് കുറയുമ്പം പുറത്തേക്കുള്ള വ്യൂ കട്ടാവും, എനിക്കറിയാം. പിന്നെ അതുതന്നെ ഇവിടെ കപ്പ് ഹോൾഡറും പിന്നെ ബുക്സ് എല്ലാം വെക്കണമെങ്കിലുള്ള ഒരു ഹോൾഡർ ഉണ്ട്. അവിടെ അതിൽ തന്നെ ഫോണും വയ്ക്കുക, ഗാഡ്ജറ്റ്സിൽ വയ്ക്കുക. അപ്പോൾ അതിൽ തന്നെ USB-C ചാർജറും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇരുന്ന് കഴിഞ്ഞാലുള്ള സീറ്റിങ്ങിൻ്റെ സ്പേസ് നോക്കാം. അപ്പോൾ ഒരു സീറ്റ് മാത്രം നമുക്ക് നിർത്താം. ജസ്റ്റ് ബട്ടൺ ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പം വണ്ടി ഓടിക്കാവുന്ന പൊസിഷനിലായി കയറിയിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഫ്രണ്ടിലിപ്പോൾ പാസഞ്ചർ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ് മുന്നോട്ട് വരില്ല കേട്ടോ, സെൻസറിലുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് താഴ്ത്തണമെങ്കിൽ പറ്റും. ഇത്രയും മാക്സിമം ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ. പക്ഷേ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആളെ കംഫർട്ട് ആയതുകൊണ്ട് തന്നെ നല്ലോണം കുറയും. എൻ്റെ കാലിലൂടെ ടച്ച്, എൻ്റെ കാലം ഓൾറെഡി ടച്ചായി. അപ്പോൾ അത്രയും സ്പേസേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി കുട്ടികൾക്കാണ് ഈ ഒരു സ്പേസ്, അല്ലെങ്കിൽ പെറ്റ്സ്. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, വിച്ച് ഇസ് വെരി ട്രൂ. കോവിഡിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ പെറ്റ് പാരൻസ് ആയിട്ടുണ്ട്. കുട്ടികളുണ്ടെങ്കിലും പെറ്റിൻ്റെ പാരൻസ് ആയിട്ടുണ്ട്, കുട്ടികളില്ലാത്തൊരു പെറ്റ് പാരൻസ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് ചില ആളുകൾക്ക് പെറ്റിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് ഡോഗ്സും അങ്ങനെയുള്ള പെറ്റ്സിനൊക്കെ ആയിട്ട് അതിൽ സീറ്റിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് അതിനായിട്ട് കണ്ടാൽ മതി, അതിൻ്റെ അപ്പുറത്തുള്ള സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക്. സോ നമ്മുടെ അടുത്ത സുഹൃത്തും നമ്മുടെ മലയാളിയുമായിട്ടുള്ള സന്തോഷ് നമ്മുടെ കൂടെ ഉണ്ട്, MD&C ഓഫ് മെർസിഡീസ് ബെൻസ് ഇന്ത്യ. സന്തോഷ്, big thanks for joining, Ani. Yes. Thank you. Always a pleasure to be here, especially in Falaknuma. ഇത് ഇന്നിപ്പം ഇന്ത്യയിൽ മേക്ക് ചെയ്തിട്ടുള്ള EQS SUV ആണ്. ഫസ്റ്റ് ടൈം ആഫ്റ്റർ ലൈക്ക് Tuscaloosa US plant. എന്ത് തോന്നുന്നു, how will be market accept it? So Hani, you will remember ഒരു 18 മാസം മുമ്പിൽ we launched this EQS sedan in Pune, and we were the first luxury OEM to start localizing EV in India. So ഇപ്പോൾ ഒരു 18 months നോക്കിയാൽ ഒരു 500 plus cars we have sold in India, and that means almost one EQS a day from the time that we launched this car. I think slowly but surely India, you can see customers wanting electric, more so in Kerala. Kerala is one of the biggest penetration for EVs in India, so I think quite proud to see the mindset also in Kerala. But coming to EQS, so that time we said that when we took customer feedback, they wanted a bit larger car. Also India la families are bigger, you travel with pets sometimes and others, so they need cars a bit bigger. So we immediately activated to localize this car. It took us 18 months from that time to now, but I'm happy now this car is there. It clearly caters to a different audience now. Okay, sorry for the music inconvenience. ഇന്നിപ്പോൾ ഗണപതി ഉള്ളതുകൊണ്ടുള്ള സൗണ്ടാണ്, can't do anything. Okay, second question was about Kerala only, but I'll extend that question. Kerala, as you know, ഒരു അഡ്വാൻസ് മാർക്കറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ആക്സെപ്റ്റൻസ് ഹൈ ആണ്.
എന്ത് തോന്നുന്നു TEV ലൈക്ക് ടോപ്പ് ആൻഡ് വെഹിക്കിൾസിന്റെ സെയിൽ കേരളത്തിൽ എങ്ങനെയുണ്ട്? Same, I think Kerala motoring enthusiasts, a lot of people love cars and they maintain cars, they love their cars. So TEV also, Nangalda all India penetration is around 25%. Nangalda sale of top end vehicle. Kerala is also similar. They all want AMGs, Maybachs, S classes, and of course a lot of TEV cars more than 1 crore as well. So similar trend. But they know the cars. You know, Kerala the difference, and if you compare it, you know, within India, Kerala customer will buy after doing a lot of research, knowing the car thoroughly, and he will love the car, keep the car maintained also for a long period of time. Whereas in some other parts of India, they may buy the car or 2-3 varshatla changes in it. So car and the passion is much higher in Kerala than other parts. That's the advantage of you guys and the audience in their strength. We can't bluff you with you guys. Thank you, Santosh. Thanks for joining us. Thank you. നമ്മളിതപ്പം ഫലക്നുമ പാലസിനും ഇറങ്ങി ഒരു വൈൻഡ് ചെയ്ത് താഴേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ എത്തുമ്പോൾ മേലെ ഫലക്നുമ കാണാം. പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഇവിടെ വരുമ്പോൾ. ശരിക്കും വളരെ റോയൽ ഫീലും എല്ലാമാണ്. സംഗതി ഇങ്ങനെ നമ്മളൊരു പച്ചപ്പും ഈ കാടെല്ലാം പിടിച്ച് കാണുന്നുണ്ടെങ്കിലും അവിടേക്ക് എത്തുമ്പോൾ ആ വലിയൊരു ഗേറ്റും ആ ഗേറ്റിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴുള്ള ഫീൽ, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള പേവിങ്ങും. ഞങ്ങളിവിടെ ഗസ്റ്റായിട്ട് വരുമ്പം അവർ ആക്ച്വലി അവിടുന്ന് അങ്ങോട്ട് കുതിരവണ്ടിയിലാണ് കൊണ്ടുപോകും. അതുതന്നെ ഒരു വലിയൊരു ഫാക്ടറാണ്. ഞാൻ കുതിരവണ്ടി സ്പെസിഫിക്കലി പറയാൻ കാരണമുണ്ട്. പിന്നെ വണ്ടി കണ്ടുപിടിച്ച കാലത്ത് കുതിരയും കുതിരവണ്ടിയെല്ലായിരുന്നു നമ്മുടെ കമ്മ്യൂട്ടിങ് എലിമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് വണ്ടിയായിട്ട് വന്നപ്പോൾ ആളുകൾ എതിർത്തിരുന്നു വണ്ടിനെ. എന്താ പറയുക, ഈവൻ ക്രിസ്ത്യൻസ് അന്നത്തെ ചേർച്ച് വരെ വണ്ടീനെ എതിർത്തിരുന്ന സമയമാണ്. അത് വിച്ച് എന്നായിരുന്നു പറഞ്ഞത്, അതായത് യക്ഷി. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞു, പേറ്റൻ്റെല്ലാം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് വണ്ടി പുറത്തൊക്കെ ഇറക്കാൻ പേടിയായിരുന്നു. കാരണം കമ്മ്യൂണിറ്റി മൊത്തം എതിരായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഭാര്യ ബർത്ത ബെൻസ് ആണ് ഭർത്താവിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഫസ്റ്റ് വണ്ടിയെടുത്ത് കുട്ടികളെ കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് മാൻഹാമിലൊക്കെ പോകുന്നത്. അന്ന് അങ്ങനെ പുകയെല്ലാം പറിച്ച് പോകുന്ന കണ്ടപ്പം വിച്ച് വെഹിക്കിൾ അല്ലെങ്കിൽ വിച്ച് വരുന്നു എന്നാണ് പറഞ്ഞത്. വിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ യക്ഷി വരുന്നു എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിക്കാരി സക്സസ്ഫുള്ളി മാൻഹാം വരെ എത്തി. ഏകദേശം 100 കിലോമീറ്ററാണ് മാൻഹാം വരെ എത്തി. മാൻഹാം എന്നും അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആ യാത്രയിലാണ് ഫസ്റ്റ് ബ്രേക്ക്, അതുപോലെ ഫ്യൂലിംഗ് സ്റ്റേഷൻ എല്ലാം സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിച്ചു. അതിൻ്റെ ശേഷം പുള്ളിക്കാരി അതോറിറ്റീനോട് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഓടിക്കാനുള്ളൊരു ലൈസൻസ് പറഞ്ഞാൽ അന്ന് ലൈസൻസ് അല്ല, ഒരു പെർമിഷനായിരുന്നു. അതാണ് ഫസ്റ്റ് ലോകത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് പറയപ്പെടുന്നത്. എന്തായാലും ആ കഥകളെല്ലാം മാറ്റി വെക്കാം. അന്ന് എതിർത്തായിരുന്നു വാഹനങ്ങൾ. കാരണം വാഹനം എന്ന് പറഞ്ഞാൽ ഇന്ന് വേണ്ട, നമുക്ക് കുതിരവണ്ടി മതി, ലോകത്തിന് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തൊന്നും ഇന്നിപ്പം വാഹനം ഇല്ലാതെ ഒന്നും നടക്കാത്ത കാലഘട്ടത്തിൽ അതേപോലെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആക്ച്വലി നമ്മളിപ്പോൾ അത് പോകുന്ന ഇലക്ട്രിക് യുഗത്തിലേക്ക് പോകുമ്പം ഇലക്ട്രിക്കിനോടുള്ള വിമുഖത കുറേ സ്ഥലത്തുണ്ട്. പക്ഷേ ഇലക്ട്രിക്കും അത് കടന്നിട്ട് ഇനി ബാക്കി എന്ത് വരുന്ന അതിലേക്കെല്ലാം പോകേണ്ടി വരും. ഞാൻ ആക്ച്വലി ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് ആക്ച്വലി ഞാൻ കട എടുത്തിട്ടുള്ളത് സന്തോഷമായിരുന്നു. പുള്ളിക്കാരൻ ഇന്ന് രാവിലെ ഇങ്ങനെ സംസാരിച്ചു കുതിരവണ്ടി കണക്ട് ചെയ്ത് പറഞ്ഞപ്പം ആക്ച്വലി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ബാക്കിലുണ്ട്. പക്ഷേ ഈ ഒരു തോട്ട് പുള്ളിയിട്ടാണ്. അപ്പോൾ കോർപ്പറേറ്റ് ക്ലെയിം ഗിവൺ. അന്നത്തെ കാലത്ത് യാത്രക്കാർ വാഹനം വേണ്ടെന്നും ഈ കുതിരയോ അല്ലെങ്കിൽ എന്താണോ അന്നത്തെ മാർഗം കുതിരവണ്ടിയെല്ലാം മതി എന്നുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നിപ്പോൾ ഇത് എവിടെ എത്തി? വണ്ടി ഇല്ലാതെ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്. ഇനി അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ് ഇപ്പം. ആക്ച്വലി ഇലക്ട്രിക്കിലും പോയി ഇനിയിപ്പോൾ അവിടെ നിന്ന് ഫ്യൂച്ചറിലൊക്കെ വേറെ പലം വരും. അപ്പോൾ നമ്മൾ ഇതിന്ന് വിട്ട് നിർത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വിമുഖത കാണിച്ചിട്ടോ കാര്യമില്ല. നമ്മളത് അഡാപ്റ്റ് ചെയ്ത് വരണം. എനിവേ ആ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ലക്ഷറി വെഹിക്കിളിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് EQS, എസ്പെഷ്യലി EQS സിഡാനും SUV അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കാനും തുടങ്ങി. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ഡ്രൈവ്. ഇപ്പോൾ ലക്നൗ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ടൗണിലേക്ക് എത്തുന്നു. ടൗണിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ഒരു ചെറിയ സ്ട്രീറ്റ് കൂടെ വന്നിട്ടാണ് ഇപ്പം നമ്മൾ ചെറിയൊരു കുറച്ചുകൂടി ബ്രോഡറായിട്ടുള്ള റോഡിലേക്ക് എത്തി. ആ സമയത്തെല്ലാം ഫുള്ള് ട്രാഫിക്കും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊളിഞ്ഞും റോഡുകളുമായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് എനിക്ക് അതിൽ അറ്റൻഷൻ കിട്ടിയ സസ്പെൻഷൻ. ഇപ്പോൾ റീസെൻ്റ്ലി അപ്പോൾ മാബാക്ക് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. കവർ ചെയ്ത സമയത്ത് ആ ഫ്ലോട്ടിങ് റൈഡും കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ മാബാക്കിൻ്റെ ഒരു ട്യൂണിങ് ഉണ്ട് സസ്പെൻഷന്. പക്ഷേ EQS നോർമൽ വണ്ണാണെങ്കിലും
നോട്ട് വെരി ഫാർ ബിഹൈൻഡ്. അത് ഇപ്പോൾ അടുത്ത് പറയേണ്ട കാര്യമാണ്. അത്യാവശ്യം നല്ല സസ്പെൻഷൻ ക്വാളിറ്റി നമ്മൾ ഫീൽ ചെയ്യും. റിഫൈൻമെൻ്റ് ആവട്ടെ, ആ ഫ്ലോട്ടി ഫീൽ ആവട്ടെ, ഒരു എസ് ക്ലാസ്സിൽ ഉണ്ടാകുന്ന സംഗതി തന്നെയാണ്. അതിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാണ് മാബാക്കിൽ ചെയ്യാറില്ല. അത് തന്നെയാണ് ഇവിടെ EQSലുള്ളത്. ശരിക്കും ലിറ്ററലി ആ ഒരു ഗ്ലോറിഫിക്കേഷൻ ഫീല് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഫ്ലോട്ട്, ശരിക്കും റിഫൈൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മെർസിഡീസ് എയർമാറ്റിക് സസ്പെൻഷൻ ഉണ്ടാക്കുന്നതിൽ കുറേ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവരുടെ സസ്പെൻഷൻ ക്വാളിറ്റി നമുക്ക് അറിയാവുന്നതാണ്. സോ ഇറ്റ് ഈസ് സോർട്ടഡ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് വളരെ മോശമായ റൂട്ടിൽ വരെ ശരിക്കും നമ്മളറിയാതെ തന്നെ പോയിട്ടുണ്ടെന്നുള്ളതാണ് വലിയൊരു എലമെൻറ്റ്. സോ ഇതിൽ വന്നിരിക്കുന്ന 122 kWh ബാറ്ററിയാണ്. 12 മോട്ടേഴ്സാണ്. 2 മോട്ടറും ചേർന്നിട്ട് 544 HP, അതായത് 400 kW പവർ ഔട്ട്പുട്ട് ഉള്ളത്. 853 Nm ടോർക്കും ഉണ്ട്. അത് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാബാക്കിലുണ്ടായിരുന്ന പവറും കൂടുതലായിരുന്നു, ടോർക്കും കൂടുതലായിരുന്നു, അതേപോലെ തന്നെ പെർഫോമൻസ് കൂടുതലായിരുന്നു. പക്ഷേ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിൽ 0 to 100 4.4 സെക്കൻഡ് ആണെങ്കിൽ ദിസ് നോട്ട് ഫാർ ബിഹൈൻഡ്, ദിസ് 4.9. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യുന്ന വേറെ ഡിഫറൻസ് കാര്യത്തിലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിത് അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് കിട്ടി. ഈ ഫീല് ഏതൊരു ഇലക്ട്രിക് കാറിലുള്ളതാണ്. പക്ഷെ മാബാക്കിൽ ഉണ്ടായിരുന്ന ഡിഫറൻസ്, മാബാക്ക് മോഡലാണെങ്കിൽ ആ ഫീൽ അല്ല ഉള്ളത്. ലീനിയർ ആയിട്ട് തോന്നും, പക്ഷേ ആക്ച്വലി നല്ല പവർ ഗെയിൻ ചെയ്യുന്നുണ്ട്. അത് ആ സസ്പെൻഷൻ്റെ ട്യൂണിങ്ങും പവർ ഡെലിവറിൻ്റെ കാര്യമാണ് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ശരിക്കും 0 to 100 4.4 സെക്കൻഡിൻ്റെ ഒരു ഡിഫറൻസ് ഇതിൽ മാബാക്കിലുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഫീലല്ല കിട്ടുന്നത്. വളരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോകുന്നൊരു ഫീലുണ്ട്. പക്ഷെ അത് മാബാക്ക് മോഡിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് ഇതിൽ കിട്ടുന്നത്. ഇതിൽ നമുക്ക് വേണ്ടപ്പം നോർമൽ മോഡിൽ തന്നെ ഈ പവർ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഇനി ഇതിൽ ക്ലെയിം ചെയ്തിട്ടുള്ള ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ള റേഞ്ച് തന്നെ 809 km ആണ്. അത് ARIയുടെ കുറച്ചുകൂടി കൂടുതലാണ് WLTP വെച്ച് നോക്കും. പക്ഷേ WLTP കുറച്ചുകൂടി റിയലിസ്റ്റിക് ഫിഗേഴ്സാണ് കൊടുക്കാറുള്ളത്. എനിവേ കമ്പനി ക്ലെയിം ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു 650 km റേഞ്ച് കിട്ടുന്നു. അത് തന്നെ ധാരാളമാണ്. എനിക്ക് തോന്നുന്നു സാധാരണ അധികം വണ്ടികൾക്കൊന്നും ആ റേഞ്ച് ഇല്ല. എനിക്ക് സിഡാനിലും കിട്ടുന്ന റേഞ്ച് ഇതേപോലെ ഹയർ റേഞ്ച് ഉണ്ട്. 650 തന്നെ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് 702 വരെ കിട്ടിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങിലാണ് ഇത് എഫക്റ്റ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഡ്രൈവ് എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് അതുപോലെ ഉണ്ടാവും ആക്ച്വലി ഇതിൻ്റെ റേഞ്ച് കൺസംഷനും എല്ലാം വരുന്നത്. എനിവേ നമ്മൾ തുടങ്ങുമ്പോൾ 80 km ചാർജിൽ 543 ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് വണ്ടി. പക്ഷേ ഇപ്പോൾ നമ്മൾ 75%ലുള്ള 506 km കാണിക്കുന്നുണ്ട്. അപ്പോൾ 25% കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റിയൽ റേഞ്ച്. റിയൽ ഒരു പിക്ചറാണിത്. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ റേഞ്ച്, റിയലിസ്റ്റിക് റേഞ്ച്. ഇപ്പം എന്താ നിർത്തിയിട്ട സമയത്ത് വളരെ ഡ്രോപ്പായിരുന്നു അത്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ കുറേ സമയം എടുത്ത്. ഇപ്പോൾ ഒരു ഉച്ച വരെ നമ്മൾ ഷൂട്ട് ചെയ്തു. അത്യാവശ്യം നല്ല ഹെവി ലഞ്ചെല്ലാം കഴിച്ച് ഇങ്ങനെ ആടി പോകണം. നേരത്തെ പറഞ്ഞ സസ്പെൻഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഫ്ലോട്ടിങ് സംഗതി അതൊരു എസ് ക്ലാസ് എലമെൻ്റ് ആണ്. അത് വേറെ തന്നെ ഒരു ഫീലാണ് ഇപ്പോൾ ഉണ്ടാവാറില്ല. അത് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സച്ച് എ ഹെവി കാർ സ്റ്റിൽ മെയിൻറ്റെയിൻഡ് എന്നുള്ളതാണ്. നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ റിംഗ് റോഡ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഓപ്പൺ റോഡ് കിട്ടും. അതിൽ വരുമ്പോൾ നമുക്ക് പെർഫോമൻസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ചാർജിങ് ആണ്. ചാർജിങ്ങിൽ 20 kWh നമ്മൾ വാൾ ബോക്സ് കമ്പനി കോംപ്ലിമെൻ്റ് ആയിട്ട് വണ്ടിയുടെ കൂടെ തരുന്നുണ്ട്. അതിൽ നമുക്ക് 6 മണിക്കൂർ ഉണ്ടായാൽ മതി. ശരിക്കും 6 മണിക്കൂറിൽ തന്നെ 10 to 100% ഫുൾ ചാർജ് ആക്കാൻ പറ്റും. പിന്നെ പബ്ലിക് ചാർജിങ്ങിൽ DC കറണ്ട് എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂറിൽ 10 to 80% ചെയ്യാൻ പറ്റും. മതിയല്ലോ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർജ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ചാർജിങ്ങിന് അവിടെ പോകുമ്പം വേറെ ആരും ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി, വേറെ ചാർജിങ് ഉണ്ടായിട്ട്. അതാണ് നമുക്ക് എപ്പോഴും ചലഞ്ചായിട്ട് വരാറുള്ളത്. വേറെ ചലഞ്ച് ഇല്ലെങ്കിൽ ഇനഫ് നമുക്ക് നല്ല ലോങ് പോകാനുള്ള റേഞ്ച് അതിൽ തന്നെ കിട്ടും. ഇത്രയും ട്രാഫിക് സിറ്റുവേഷനിലുള്ളത് നമ്മൾ ശരിക്കും ഭ്രാന്തായി പോകുന്നുണ്ട്. എനിവേ ഈ പ്രാന്ത സമയത്തെല്ലാം ഞാൻ കൂളായിട്ട് ഇരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒന്ന് റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ, അതേപോലെ തന്നെ ഒരു സീറ്റ് കൂളിംഗ്. ഇതിൻ്റെ പുറമെ ബാക്കിൽ മസാജ് ഡ്രൈവർ സീറ്റിനും ഫ്രണ്ട് സീറ്റിനും ഉണ്ട്, അതും കിട്ടും. ഇത് റിയറിൽ മിസ്സിംഗ് ആണ്, അതൊരു എലമെൻ്റ് ഉണ്ട്. പക്ഷേ അഗെയിൻ ഫോർ ദിസ് പ്രൈസ് പോയിൻ്റ് അഗെയിൻ
നമുക്കറിയാം റിയൽ ഒരു മാബാക്കൊന്നും അല്ലത്, അതുകൊണ്ട് തന്നെ ബാക്കിലുള്ള സീറ്റ് കുറച്ച് കോംപ്രമൈസേഷൻസ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും ബാക്കിലുള്ള എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഇതാണ് ഇപ്പം നമ്മളിങ്ങനെ സ്മൂത്ത് റോഡിൽ പോകുമ്പം രണ്ട് സംഗതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റിഫൈൻമെൻറ്റും അതേപോലെ തന്നെ നേരത്തെ വീണ്ടും പറഞ്ഞ ഫ്ലോട്ടിങ് ഫീലും അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും എനിക്കൊന്ന് കുറച്ചുകൂടി നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് ഹൈവേ കയറിയിട്ടായിരിക്കും. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ടഫ് ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹൈവേയിലെത്തി. അപ്പോൾ 80 ക്രൂസ് ചെയ്ത് പോവാണ്. ആകെ AC യുടെ ഒച്ചല്ലാതെ നിങ്ങളൊന്നും കേൾക്കുന്നുണ്ടോ? വീണ്ടും ഞാൻ സൗണ്ടിൻ്റെ കാര്യത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൈക്കിലും എല്ലാം ചില സൗണ്ടുകൾ കയറും. അത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ മാബാക്കിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താ അറിയണമെങ്കിൽ നിങ്ങൾ ആ എപ്പിസോഡ് ഒന്ന് കാണാം. ഡ്രൈവിൽ എപ്പോഴും പല മോഡുകൾ അവൈലബിൾ. അപ്പോൾ നമ്മൾ പോകുന്നത് നോർമലാണ്. ഇതിൻ്റെ പുറമെ ഇത് ഇക്കോ മോഡാണ്. ഇക്കോ മോഡ് ഇട്ടപ്പം തന്നെ ആ പവർ ലെവലിലെല്ലാം ഉണ്ടോ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ട് പോകുന്നുണ്ട്, പക്ഷെ അടുത്ത് പോക്കില്ല. ഓക്കെ, ഇതിപ്പം കംഫർട്ട് മോഡ്, സ്പോർട്ട് മോഡ്. ഓ മാൻ, വാട്ട് എ ഫീൽ. ആ ഒരു ഫീല് നമ്മളിപ്പോൾ ടോപ്പ് സ്പീഡൊന്നും പോയിട്ടില്ലെങ്കിലും ആ എടുത്ത് പോകുന്ന ഫീലുണ്ട്. അത് ഇലക്ട്രിക്കിൻ്റെ എലമെൻറ്റ് അത് സ്പോർട്ടിൽ വേറെ ലെവലാവും. കൂടെ കാണിച്ചു തരാം. എൻ്റെ അമ്മച്ചി. ഇതിന് ഓർമ്മയുള്ളത് ഇൻഡിവിജ്വലാണ്. ഇൻഡിവിജ്വൽ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സെറ്റ് ചെയ്യാം. അത് നമ്മളെ പ്രൈവറ്റ് മോഡ് വരെയാണ് നമ്മളെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഒരു മോഡുള്ളത് ഓഫ് റോഡാണ്. ഓഫ് റോഡിൽ ആക്ച്വലി അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡ് ആണ് ഇത്. നമ്മളൊരു G-Wagon ഓഫ് റോഡൊന്നും കാണണ്ട, പക്ഷേ 2 ഇലക്ട്രിക് മോട്ടർ അടക്കമുള്ള 4-wheel ഡ്രൈവ് സിസ്റ്റം ഉണ്ട്. നമുക്കിത് ലിഫ്റ്റ് ചെയ്യാനും പറ്റും. ലിഫ്റ്റും ചെയ്ത് അതും ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കൺട്രോൾ ബേസിക്കലി ഈ ഒരു മോഡിൽ സെറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള രീതിയിലെ പവർ പോകുന്നുണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാതെ ടയർ റൊട്ടേഷനും ഗ്രിപ്പ് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ആവശ്യത്തിലുള്ള ഗ്രിപ്പ് കിട്ടും, പവറും കിട്ടും. അത്യാവശ്യം ഡീസൻറ്റ് ഓഫ് റോഡിങ്ങിൽ ചെയ്യാൻ പറ്റും. ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടും. എന്നാൽ ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് നിൽക്കാൻ നമ്മളതെല്ലാം ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളത് ചെയ്യാൻ നിന്നിട്ടുമില്ല. സോ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഓഫ് റോഡ് മോഡിൽ കിട്ടുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് നേരത്തെ നമ്മളെ മിറർ ബോണറ്റ് എന്നെല്ലാം പറഞ്ഞ വണ്ടിയുടെ ആ ബോണറ്റ് ഭാഗം ക്യാമറയിൽ മൂവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ 360 ക്യാമറ ഉണ്ട്. ഇതെല്ലാം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള എലമെൻ്റ് ഉണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ എയ്ഡും ഉണ്ട്. ADAS ലെവൽ 2 ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ലെയിൻ കീപ്പിംഗ് അസിസ്റ്റും അതേപോലെ തന്നെ കൊളിഷൻ വാർണിങ്ങും ബ്രേക്കിങ്ങും എല്ലാം കിട്ടും. മുമ്പത്തെ കാലത്ത് ഡിഫറൻസ് ആണ് ഇപ്പോഴത്തെ മെർസിഡീസിൽ നമുക്ക് GLC മുതൽ ആക്ച്വലി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഡീഫോൾട്ട് ആ ഒരു സെറ്റിങ്ങിലേക്ക് പോകില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഓൺ ആക്കുമ്പോഴും ആ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അതിലേക്ക് തന്നെ പോവുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. കാരണം പലപ്പോഴും എല്ലാവർക്കും പ്രശ്നം, നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നതാണ്. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി തിരികെ ഓടിക്കുന്നുണ്ടാവും. പിന്നീട് നമ്മൾ ഓണാക്കുമ്പം അത് ഓർമ്മ ഉണ്ടാവില്ല, പെട്ടെന്ന് ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എവിടെയോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ബ്രേക്ക് ചെയ്യും. നമ്മളൊരു കാൽക്കുലേഷനിൽ പോകാൻ പറ്റുന്ന സ്ഥലമായിരിക്കും, പക്ഷെ ഇതിന് അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അത് ഇപ്പം റെക്ടിഫൈ ചെയ്തു, ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. വീണ്ടും ഞാൻ കംഫർട്ട് മോഡിലേക്ക് വരികയാണ്. ഇറ്റ്സ് എ നോർമൽ മോഡ്. ഇതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നല്ലൊരു ആ ഒരു കംഫർട്ട് എലമെൻറ്റ് ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൽ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൽ സേഫ്റ്റി എല്ലാം വരുന്നുണ്ട്. 9 എയർബാഗ്സ് വരുന്നുണ്ട്. ബിൽഡ് സ്ട്രോങ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഗ്ലോബൽ എൻകാപ്പിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ചെല്ലാം പറയുന്നതിൻ്റെ എത്രയോ കാലം മുന്നേ യൂറോ എൻകാപ്പും എല്ലാത്തിലും 5 സ്റ്റാറിൽ നേടിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. വോൾവോയും മെർസിഡീസ് എല്ലാമാണ് ടോപ്പ് ആൻഡ് സേഫ്റ്റി പ്രൊവൈഡേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കാൻ വേണ്ട സേഫ്റ്റി കൺസേണുള്ള ആളുകൾക്ക്. പിന്നെ നേരത്തെ ഓണർഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് വേറെ കാര്യം. ഇവർ നല്ല സ്കീംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്കീംസ് ശരിക്കും 10 ഇയേഴ്സും അൺലിമിറ്റഡ് വാറണ്ടി ബാറ്ററിക്കും കിട്ടുന്നതും അതുപോലെ തന്നെ 60% റെസിഡ്യൂവൽ വാല്യൂ, ഇതെല്ലാം ഒരു ഇലക്ട്രിക് കാർ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷോറൂമിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്കത് വാങ്ങാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വാങ്ങാം. എന്നാൽ ഞാൻ ഒന്ന് റിയർ സീറ്റ് എൻജോയ് ചെയ്യാൻ പോവാണ്. റിയർ സീറ്റ് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ബെഡിലേക്ക് വരാം.
റിയറിലിരുന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഹയറായിട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. ഒരു SUV ക്യാരക്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം റിക്ലൈനെല്ലാം ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു 50 ചാടിയിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സസ്പെൻഷനൊക്കെ വരുന്നില്ല. അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് അജാസ് സസ്പെൻഷൻ എക്സ്പീരിയൻസ് ചെയ്ത് തരാണ്. എന്തായാലും ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് റിലാക്സിങ് ആയിട്ടുള്ളൊരു ഇരുത്താണ്. ഇനി റിലാക്സേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് മടക്കി വെക്കാം. ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ശരിക്കും ഒരു ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഒരു എവിടേക്കുള്ള ഫീല് കിട്ടുന്നുണ്ട്. നമുക്കത് മിസ്സാവും എന്തായാലും, പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലുമെല്ലാം ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഫീലെല്ലാം കിട്ടുന്ന രീതിയിലാണ്. ഈ കുഷ്യൻ വലിയൊരു എലമെൻ്റ് ആട്ടോ, നല്ല സുഖമുണ്ട്. ചെറിയ ഹെഡ്റെസ്റ്റാണ് കമ്പാരിറ്റീവ്ലി, പക്ഷെ നല്ല സുഖമുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് റിക്ലിനേഷന് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരല്പമാണെങ്കിൽ ചെയ്തു ഉണ്ടാക്കി കഴിഞ്ഞാൽ മാക്സിമം ബാക്കോട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇരുന്ന് പോകുമ്പോഴുള്ള ഫീൽ സസ്പെൻഷൻ ആ മെർസിഡീസ് S ക്ലാസ്സിലെപ്പോഴും കിട്ടുന്ന ഫ്ലോട്ടിങ് ഫീൽ, വണ്ടി ഇങ്ങനെ 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 പോകുന്ന സാധനമുണ്ട്. അതൊരു ഫീല് തന്നെയാണ്. അത് ലക്ഷറി കാറിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വലിയ സംഭവം സോർട്ടഡാണ്. അതിലിവർ മാസ്റ്റേഴ്സാണ്, അടിപൊളിയായിട്ട് ചെയ്യും. അത് ശരിക്കും ഫീൽ ചെയ്ത് പോകുന്നുണ്ട്. റിയലി റിലാക്സിങ് ആൻഡ് എൻജോയ് ചെയ്യും. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് ഉണ്ട്. ഇൻഫർടൈൻമെൻറ്റ് കൂടെ ഓണാക്കാം. അതുപോലെ ഈ ഒരു സ്ക്രീനിലൂടെ നമുക്ക് വേണ്ട എല്ലാ കൺട്രോൾസും അവിടെ എത്തണമെന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാനെല്ലാം പറ്റും. ഞാൻ അപ്പം വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും നിൽക്കുന്നില്ല. ഇതിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. AC കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ AC-ൻ്റെ കൺട്രോളുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ റിയറിൽ നമുക്ക് മസാജൊന്നും വരുന്നില്ല, അതുകൊണ്ട് മസാജ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹീറ്റിംഗ് മാത്രമേ എന്തുകൊണ്ടുള്ള കൂളിംഗ് ഇല്ല. ബോസ് ഭയങ്കര ചൂടായിട്ടെല്ലാം വന്നാൽ നമ്മൾ തണുപ്പിച്ച് നമുക്ക് കൊണ്ടാൻ പറ്റില്ല. നമ്മൾ ഡ്രൈവിങ്ങിലും എടുക്കൽ തണുപ്പിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഫോർ ദാറ്റ് ഐ തിങ്ക് ഡ്രൈവറിന് ശരിക്കും തണുപ്പിക്കാനുള്ള എലമെൻ്റ് ഈ കാറിലുണ്ട്. മെയിനായിട്ടുള്ള ബാറ്ററി പാക്ക് സെൻറ്ററിൽ വന്നിട്ടുള്ള പ്ലാന്റഡ് ആയിട്ടുള്ള ഫീൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ ചാടിയ പോലത്തെ ഹമ്പം ചാടിയാൽ ഒന്നും അറിയുന്നില്ല, അവിടെ പതിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ കുഷ്യനെല്ലാം വേണമെങ്കിൽ നമ്മളെ പോലെ ഈ വയറെല്ലാം മറിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെല്ലാം റിലാക്സ് ചെയ്ത് പോവാം. ഇത് ചിലർക്ക് ബാക്കിൽ വയ്ക്കാം, എനിക്ക് അതിൻ്റെ താല്പര്യമില്ല. ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ഇവിടെ വയ്ക്കാം. എനിക്ക് ഫീൽ ചെയ്ത് ഇവിടെ എല്ലാം വെച്ച് ഇങ്ങനെ ഇരുന്ന് പോയാൽ റോഡും കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. വിച്ച് ഇസ് എ ബോസ് തിങ്. ഇനിയിപ്പോൾ എക്സ്ട്രാ കുഷൻ ഉണ്ടെങ്കിൽ ഇവിടുത്തെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റൻ സീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. തീർച്ചയായും ഡൂയിങ് നൗ. എന്തായാലും കുറച്ച് ഞാൻ റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ചാടി കയറിയിരിക്കും. എനിക്ക് ആ റിംഗ് റോഡിൽ ഒന്നും കൂടെ ഓടിക്കണം. എന്നിട്ട് നമുക്ക് ഫലക്കിന് മുന്നിൽ വെച്ച് കാണാം. സോ നമ്മളിപ്പോൾ ഇതാ നല്ലൊരു ഡ്രൈവെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഫലക്നുമ പാലസിലെത്തിയിരിക്കുകയാണ്. ഇത് പാലസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഭാഗമാണ്. ഒരു വണ്ടർഫുൾ പ്രോപ്പർട്ടി തന്നെയാണിത്. എല്ലാവർക്കും അഫോർഡബിൾ ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു വാക്ക് ടൂറെല്ലാം പോലെ ഇവിടെ വരാൻ പറ്റും. ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീല് ബുക്ക് ചെയ്യണം. ഒരു പാലസ് ടൂറെല്ലാം നടത്തും. അടിപൊളിയായിരിക്കും. എന്തായാലും അതുപോലെ തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് EQS 58 ലഭിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. എന്തായാലും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഒരു ലക്ഷറി ക്രോസ് ഓവർ എന്ന രീതിയിലാണ് ഈ SUV നിൽക്കുന്നത്. അതായത് ക്രോസ് ഓവർ ഞാൻ പ്രത്യേകിച്ച് പറയാൻ വീണ്ടും ഒരു കാര്യം എന്ന് വെച്ചാൽ ടൂ മച്ച് SUV ആയിട്ടില്ല. ഒരു സിഡാൻ്റെ കുറേ ഫാക്ടേഴ്സ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കംഫർട്ട് എന്നുള്ള വലിയൊരു എലമെൻറ്റും ലക്ഷറിയും കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാമാണ് എനിക്ക് ഈ വണ്ടിനെ കുറിച്ചിട്ട് ഫസ്റ്റ് ഡ്രൈവിൽ പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ EQS 580 എങ്ങനെ തോന്നി എന്നുള്ളത് കമൻറ്റിൽ പറയാം. എന്തായാലും സന്തോഷകരം പറഞ്ഞു കേട്ടല്ലോ. നമ്മൾ മലയാളികൾ ഭയങ്കര വൈബ്രൻ്റ് ആണ്. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. എന്നാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തവണ നമ്മൾ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നൊരു ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ചെറിയ സ്പിൻ കൂടെ പോയിട്ട് വരാം.